ഇസ്ലാമും തസവുഫും തെറ്റിദ്ധരിക്കപ്പെടും വിധത്തിൽ ഓൺലൈനായും ഓഫ്ലൈനായും ആത്മീയ ചൂഷണങ്ങൾ വ്യാപകമാവുന്ന വർത്തമാനകാലത്ത് ഏറെ പ്രസക്തമാണ് ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതവും ദർശനവും. ഉമർ റളിയല്ലാഹു തആല അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഉദ്ധരിക്കുന്ന ദീർഘമായ ഹദീസിൽ ഇസ്ലാം 3 കാര്യങ്ങളുടെ സംയോജിതമാണെന്ന് കാണാം. ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. ഇതിൻ്റെ മറ്റൊരു പദപ്രയോഗമാണ് ശരിയത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത്. ശരിയത്ത് ബാഹ്യ ആരാധനാ കർമ്മങ്ങൾ കൃത്യപ്പെടുത്തലാണെങ്കിൽ ത്വരീഖത്ത് ആത്മീയ വിശുദ്ധിക്കും ഉയർച്ചയ്ക്കും ആവശ്യമായ ഗുണങ്ങൾ ആന്തരികമായി ഉണ്ടാവലാണ്. അതിനാവശ്യ മാർഗങ്ങൾ സ്വീകരിക്കണം. രണ്ടും കൂടി ഒരു മനുഷ്യനിൽ ഒത്തുചേരുമ്പോൾ ഉൾക്കാഴ്ചയിൽ അള്ളാഹുവിനെ ദർശിക്കലും അവൻ്റെ സാമീപ്യം അനുഭവിക്കലും സ്നേഹം ആസ്വദിക്കലും മറ്റു ഗുണങ്ങളും അവനുണ്ടാകുന്നു. 3 കൂടി ഉണ്ടാകുമ്പോഴാണ് ദീൻ അവനിൽ പരിപൂർണമാവുന്നത്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ നിർബന്ധ കർമ്മങ്ങളും അനുബന്ധ പുണ്യമാക്കപ്പെട്ട കർമ്മങ്ങളും ശരീഅത്തിൽ ഉൾപ്പെടുമ്പോൾ നിർബന്ധ വിശ്വാസ ഘടകങ്ങൾക്ക് പുറമെ തഖ്വ, സുഹ്ദ് അഥവാ പരിത്യാഗം, ശുക്ർ അഥവാ നന്ദി, സബർ അഥവാ ക്ഷമ, ഖനാഅത്ത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടൽ, തവക്കുൽ, റിള ബിൽ ഖളാ അള്ളാഹുവിൻ്റെ ഏത് വിധിയിലും പൂർണ്ണ തൃപ്തി തുടങ്ങിയ ആത്മീയ ഗുണങ്ങൾ ത്വരീഖത്തിൻ്റെ ഭാഗമാണ്. ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറഞ്ഞ അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കാനാവുക, അല്ലെങ്കിൽ അവൻ കാണുന്നുണ്ടെന്ന ബോധത്തിൽ ആരാധിക്കുക എന്നുള്ളത് ഹഖീഖത്തിൻ്റെ അനുഭവത്തെ ചുരുക്കി പറഞ്ഞതാണ്. അതിലെത്രയോ ഘട്ടങ്ങളും അവസ്ഥകളും ആത്മീയ സഞ്ചാരങ്ങളുമുണ്ട്. ജൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ്റെ വിശ്വപ്രസിദ്ധ ഗ്രന്ഥമായ അദ്കിയായിൽ മനോഹരമായ ഒരു ഉപമ ഇവ 3നും പറയുന്നുണ്ട്. ശരീഅത്ത് കപ്പൽ പോലെയും ത്വരീഖത്ത് കടൽ പോലെയും ഹഖീഖത്ത് അമൂല്യ മുത്ത് പോലെയുമാണ്. മുത്ത് ലക്ഷ്യം വെക്കുന്നവൻ കപ്പലിൽ കയറി കടലിൽ സഞ്ചരിച്ച് ആഴക്കടലിൽ മുങ്ങി തപ്പണം. കപ്പലില്ലാതെ കടലിൽ സഞ്ചരിക്കാനാവില്ല. കടലില്ലാതെ കപ്പൽ കൊണ്ട് കാര്യവുമില്ല. കടലിലൂടെ സഞ്ചരിക്കാതെ മുത്ത് കിട്ടുകയുമില്ല. ശരീഅത്തില്ലാതെ ത്വരീഖത്ത് എന്ന ഒന്നില്ല. കാരണം ശരീഅത്തിലെ വിധി വിലക്കുകളിലെ സൂക്ഷ്മത ത്വരീഖത്തിൻ്റെ മർമ്മമാണ്. ആത്മവിശുദ്ധിക്ക് ആവശ്യമായത് ഹൃദയം നേടിയെടുക്കാതെ ശരീഅത്ത് നേരായ ഫലവും ചെയ്യില്ല. ഇതൊന്നുമില്ലാതെ സർവാനന്ദമായ അള്ളാഹുവിൻ്റെ സാമീപ്യവും സ്നേഹ ആസ്വാദനവും സാധ്യവുമല്ല. ഭൂമിയിൽ അനുഭവിക്കാത്തവന് 14-ാം രാവിലെ നിലാവിനെപ്പോലെ അള്ളാഹുവിനെ കാണുക എന്ന സ്വർഗത്തിലെ അത്യുന്നത സൗഭാഗ്യവുമില്ല. ഹദീസിൻ്റെയും ആയത്തുകളുടെയും അടിസ്ഥാനത്തിൽ ജൈനുദ്ദീൻ മഖ്ദൂം രേഖപ്പെടുത്തിയതിന് അനുസരിച്ചുള്ള ആത്മീയ നേതാവായിരുന്നു ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു. പ്രബല ചരിത്രപ്രകാരം ഹിജ്റ 670-ലാണ് അദ്ദേഹം ഈ ലോകം വിട്ടുപിരിയുന്നത്. അതിന് ഹേതുകമായത് 1 മാസത്തോളം നീണ്ടുനിന്ന വയറ്റിലെ അതിസാരമായിരുന്നു. ഒരു ദിനം തന്നെ 30-ലേറെ തവണ വയറ്റിൽ നിന്ന് പോകുന്നു. ഒന്നും കഴിക്കാനുമാകുന്നില്ല. എന്നിട്ടും ഓരോ പ്രാവശ്യവും വൃത്തിയായ ശേഷം വുളു എടുക്കുകയും അതിൻ്റെ സുന്നത്ത് നിസ്കരിക്കുകയും ചെയ്തിരുന്നു. അന്തരീക്ഷത്തിലൂടെ പറക്കുന്നവനെ കണ്ടാൽ പോലും അവൻ്റെ ആത്മീയതയും വിലായത്തും നിങ്ങൾ അളക്കേണ്ടത് ശരീഅത്ത് കൊണ്ടായിരിക്കണം. അവിടുത്തെ ഉപദേശം ഇവിടെ അതിപ്രസക്തമാകുന്നു. ഒരിക്കൽ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു ദാഹിച്ചു. കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടു. ഉടൻ പള്ളിയിൽ നിന്ന് ബാങ്കുൽ ഉയർന്നു. കയ്യിലെടുത്ത പാത്രത്തിൽ നിന്ന് ഒരു മുറുക്ക് വെള്ളം പോലും കുടിക്കാതെ പള്ളിയിലേക്ക് നീങ്ങി. നിസ്കാര സമയമായാൽ മറ്റൊന്നുകൊണ്ടും വ്യാപൃതനാകാത്ത പ്രകൃതം. ഓരോ സാഹചര്യത്തിലും ഈ സൂക്ഷ്മത അവിടുത്തെ ജീവിതത്തിൽ നിഴലിച്ചിരുന്നു. ഒരു വ്യക്തി ആത്മീയ നേതാവാകുന്നതിൻ്റെ ആദ്യപടി ഒരു ആത്മീയ ഗുരുവിൻ്റെ ശിക്ഷണവും പരിശീലനവും നേടുക എന്നതാണ്. യതീമായി വളർന്ന മഹാനറുകളെ അമ്മാവൻ സയ്യിദ് മൻസൂർ റബ്ബാനി അക്കാലത്തെ ആത്മീയ ഗുരുവും പണ്ഡിതനും ഖാരിയുമായിരുന്ന അലി ബിൻ ഖാരി അൽ വാസിത്തി എന്നിവരുടെ അടുത്ത് ദീർഘകാലം പറഞ്ഞയക്കുകയായിരുന്നു. ആത്മീയ നേതാവിൻ്റെ കുപ്പായമണിഞ്ഞ് ഓൺലൈൻ വിപണനങ്ങൾ നടത്തുന്നിടത്ത് ഈ ഘടകം ഏറെ ചിന്തനീയമാണ്. ആത്മീയ ഗുണങ്ങളും സ്ഥാനങ്ങളും നേടിയെടുക്കുന്നതിൽ അവിടുന്ന് സ്വശരീരത്തെ പാകപ്പെടുത്തിയത് അത്ഭുതമായിരുന്നു. അവിടുന്ന് പറഞ്ഞു, നമ്മുടെ ശൈലി മറ്റൊരാളോട് ഒന്നും ചോദിക്കുകയില്ല, ഒന്നും സൂക്ഷിച്ചു വെക്കുകയുമില്ല, സന്തോഷം നൽകിയതിനെ തിരസ്കരിക്കുകയുമില്ല.
രാത്രി വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയ കള്ളൻ ധാന്യച്ചാക്ക് എടുത്ത് പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ പൊടിച്ചു വച്ചിരുന്ന പൊടി നൽകി നാടിൻ്റെ പരിധി കഴിയുന്നതുവരെ കൂടെ ചെന്നു. ഈ സ്വഭാവത്തിലും സഹനത്തിലും ആകൃഷ്ടനായ കള്ളൻ പിന്നീട് ശിഷ്യനായി മാറി. ജനങ്ങളുടെ വിഷമം അവിടുത്തെ വിഷമമായിരുന്നു. അവരുടെ സന്തോഷത്തിൽ അവിടുന്ന് പങ്കുചേർന്നിരുന്നു. ഇല്ലായ്മയിലും വിറക് കെട്ടിക്കൊണ്ടുവന്ന് വിറ്റ് അശരണരുടെയും വിധവകളുടെയും ആശ്രയമായി. പ്രായഭേദമന്യേ സർവരോടുമുള്ള വിനയമായിരുന്നു. എത്ര ചെറിയവരെയും യാ സയ്യിദി എന്ന അഭിസംബോധനം. ബന്ധങ്ങൾ ചേർക്കുന്നതിലും തെറ്റുപറ്റിയവന് വിട്ടുവീഴ്ച ചെയ്യുന്നതിലും അവരുടെ കാരണങ്ങൾ സ്വീകരിക്കുന്നതിലും വലിയ മനസ്സ് കാണിച്ചു. അന്ധരുടെ കൈപിടിച്ച് നടക്കാൻ പ്രത്യേകം വഴിയിൽ കാത്തുനിന്നു. നാടിൻ്റെ വിദൂരതയിലാണെങ്കിലും രോഗികളെ പോയി കാണുകയും ദിവസങ്ങളോളം കൂടെ ചെലവഴിച്ച് ശുശ്രൂഷിക്കുകയും അവിടുത്തെ ചര്യയായിരുന്നു. അവിടുത്തെ സദസ്സിൽ ഒരിക്കലും ഭൗതിക സംസാരമുണ്ടായിരുന്നില്ല. സന്തോഷത്തിലും ദേഷ്യത്തിലും സത്യം മാത്രം. രാജാക്കന്മാരിലേക്ക് ഒരിക്കലും പരാതിയുമായി പോയില്ല. വ്യത്യാസമില്ലാതെ എല്ലാവരോടും സഹവാസവും മുസാഫത്തും ചെയ്തു. എന്നാൽ തൻ്റെ സാധനങ്ങൾ ചുമന്ന് കൂടെ നടക്കാൻ ഒരാളെയും അനുവദിച്ചില്ല. സ്വയം അധ്വാനിച്ച് ഭക്ഷിക്കുക എന്നത് ശിഷ്യരെ പ്രത്യേകം ഉപദേശിച്ചു. ആത്മീയ ഔന്നത്യത്തിന് ആവശ്യമായ സർവ്വവിധ വിനയവും അവിടത്തിലുണ്ടായിരുന്നു. അള്ളാഹുവിലേക്ക് ചെന്നെത്തുവാനുള്ള ഏറ്റവും അടുത്ത വഴി ഞാനൊന്നുമല്ലെന്ന ചിന്തയും പെരുമാറ്റവുമാണ് അവിടുന്ന് ഉപദേശിച്ചു. മനുഷ്യരുടെ അപ്പുറത്തേക്ക് മൃഗങ്ങളിലേക്ക് വരെ അവിടുത്തെ സ്നേഹം പരന്നൊഴുകി. കുഷ്ഠം പിടിച്ച് നാട്ടുകാർ ആട്ടിയിരുന്ന നായയെ 40 ദിവസത്തോളം ടെൻ്റ് കെട്ടി ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തിയ ചരിത്രം പ്രസിദ്ധമാണ്. ജുമയുടെ സമയമായപ്പോൾ തൻ്റെ കമീസിൻ്റെ കയ്യിൽ ഉറങ്ങിപ്പോയ പൂച്ചക്കുഞ്ഞിനെ ഉണർത്താതെ പകരം ആ ഭാഗം മുറിച്ചു മാറ്റി നിസ്കാരം കഴിഞ്ഞു വന്ന് വീണ്ടും മുറിച്ച ഭാഗം വസ്ത്രത്തിലേക്ക് തുന്നിപ്പിടിപ്പിച്ച ചരിത്രം നമ്മുടെ ചിന്തകൾക്കപ്പുറത്തുള്ള കരുതലാണ്. കൊതുക് കയ്യിൽ കുത്തി ചോര കുടിക്കുന്നത് കണ്ടപ്പോൾ കൈയെടുക്കാതെ വെക്കുകയും തദസ്വരം നീട്ടിപ്പിടിച്ച കൈ പിടിച്ച് മുസാഫത്ത് ചെയ്ത പള്ളിയിലെ മുഅദ്ദിനോട് നിങ്ങൾ ആ പാവത്തിൻ്റെ അന്നം തടഞ്ഞില്ലേ എന്ന് ചോദിച്ച ചരിത്രവും കാണാം. ആത്മീയ ഉന്നതിയുടെ കൊടുമുടി പുലുകുമ്പോഴും വിനയം കൊണ്ട് അവിടുന്ന് പാതാളത്തോളം താഴ്ന്നുകൊണ്ടിരുന്നു. ഒരവസരത്തിൽ റൗദ സിയാറത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുഹസ്തം നീട്ടി മഹാനവറുകൾ ചുംബിച്ച പ്രസിദ്ധ സംഭവശേഷം അവിടെ നിന്ന് നിലത്ത് വീണു എന്നാണ്. തൻ്റെ സ്ഥാനം മനസ്സിലാക്കി തൻ്റെ ആദരവിൽ ഏറ്റാതിരിക്കാൻ മറ്റുള്ളവർ ചാടിക്കടന്ന് പോകുന്ന വിധത്തിൽ ഹറം ഷരീഫിൻ്റെ വാതിൽക്കൽ കിടന്നു. വ്യാജ ആത്മീയ കച്ചവടക്കാർക്ക് മുന്നിൽ നമുക്കിതൊരു തിരിച്ചറിവാണ്. അള്ളാഹുവിൻ്റെ ഔദാര്യമായി അവൻ നൽകുന്ന വലിയ എന്ന സ്ഥാനം അത് ഫറോവയുടെയും നമ്രൂദിൻ്റെയും സ്ഥാനം പോലെ എല്ലാം തന്നെ കീഴിലാക്കുന്ന അധികാരത്തിൻ്റേതല്ല. സാരോപദേശത്തിന് ഒരുമിച്ച് കൂടുന്ന ലക്ഷങ്ങളിൽ സൂഫികളും വലിയ ഖുർആൻ വ്യാഖ്യാതാക്കളും ഹദീസ് പണ്ഡിതരും സാഹിത്യകാരന്മാരും സാധാരണക്കാരും വേണ്ടുവോളം സംശയങ്ങൾ തീർത്തിരുന്നു. ഒരേ സദസ്സിൽ 10,000 മുസ്ലിമാകുന്നതും നന്നാകുന്നതും അവസ്ഥാന്തരം സംഭവിക്കുന്നതും ദൃശ്യമായിരുന്നു. ഒരു ആരിഫിൻ്റെ ആത്മീയ അവസ്ഥ അവൻ്റെ വാക്കിനേക്കാൾ ഉപകാരപ്രദമാണെന്ന അവിടുത്തെ തന്നെ വാക്കിൻ്റെ നേർസാക്ഷ്യമായിരുന്നു അത്. എന്നാൽ ഈ സ്ഥാനങ്ങൾ നേടിയെടുക്കുന്നതിനെക്കുറിച്ച് സൈനുദ്ദീൻ മഖ്ദൂം അദ്കിൽ രേഖപ്പെടുത്തുന്നു. സൃഷ്ടികളുടെ അടുത്ത് സ്ഥാനം ആഗ്രഹിക്കുന്നവന് സൃഷ്ടാവിൻ്റെ അടുത്ത് ലവലേശം ഒരു സ്ഥാനവും ലഭിക്കുകയില്ല. ഒരിക്കലും പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയാത്ത ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ പാഠങ്ങൾ നമുക്ക് തിരിച്ചറിവും ഊർജവുമാവട്ടെ.